ഏതായാലും ആ റീ എഡിറ്റഡ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലേക്ക് വരുന്നു. ഉച്ചയ്ക്ക് ശേഷം പുതിയ പതിപ്പിന്റെ പ്രദർശനം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 17 കട്ടുകളാണ് പുതിയ പതിപ്പിൽ ഉള്ളത്. ഒപ്പം തന്നെ ബജ്റംഗി എന്ന വില്ലന്റെ പേരും മാറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാൻ നമ്മളോടൊപ്പം ചേരുന്നത് ഉമേഷ് കൊച്ചിയിൽ നിന്ന്. നോക്കാം എന്താണ് പുതിയ പതിപ്പിന്റെ പ്രത്യേകതകൾ, ഏത് രീതിയിലാണ് അതിപ്പോൾ പ്രദർശിപ്പിക്കാൻ പോകുന്നതെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഏതായാലും സംഘപരിവാറിന്റെ ഭീഷണിയെ തുടർന്ന് വെട്ടിമാറ്റിയ എമ്പുരാന്റെ റീ എഡിറ്റഡ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലേക്ക് വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രദർശനം ആരംഭിക്കുക എന്നതാണ്. 3 മിനിറ്റ് ഭാഗങ്ങൾ, 17 കട്ടുകൾ, വില്ലന്റെ പേരടക്കം മാറ്റിയിരിക്കുന്നു. വല്ലാതെ ഭയപ്പെടുന്നു ആ സിനിമയിലെ ഓരോ സീനിനെയും സംഘപരിവാറും RSS. ഗുഡ് മോർണിംഗ് മനു. സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാർ ഭീഷണിയെ തുടർന്നാണ് ഈ ചിത്രം റീ എഡിറ്റ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ്. തുടർച്ചയായി സൈബർ ആക്രമണം ഈ ചിത്രത്തിൻ്റെ അണിയർ പ്രവർത്തകർ മോഹൻലാൽ, പൃഥ്വിരാജ് അടക്കമുള്ളവർക്കെതിരെ തുടർച്ചയായി സൈബർ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് റീ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ നിർമ്മാതാക്കൾ തീരുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാതാക്കൾ സെൻസർ ബോർഡിനെ സമീപിക്കുന്നു. സെൻസർ ബോർഡ് അതിന് അനുമതി നൽകുകയും ചെയ്യുന്നു. അതിലേറ്റവും ശ്രദ്ധേയം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവധി ദിവസങ്ങളാണ് കടന്നുപോയത്. ഞായറാഴ്ച, തൊട്ടടുത്ത ദിവസം പെരുന്നാൾ അവധി, അങ്ങനെ അവധി ദിവസങ്ങളായിരുന്നിട്ട് കൂടി ഇത് അടിയന്തര പ്രാധാന്യത്തോടെ ഇത് കണ്ട് ഞായറാഴ്ച തന്നെ ഇതിന് അനുമതി സെൻസർ ബോർഡ് നൽകുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ ഇത് റീ എഡിറ്റ് ചെയ്യണം. പിന്നീട് അങ്ങോട്ട് സാങ്കേതിക ജോലികളാണ്. ഇതിൽ 17 ഇടത്താണ് കട്ട് ചെയ്തിരിക്കുന്നത്. 17 രംഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആകെ 3 മിനിറ്റോളം ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ഗുജറാത്തിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന് അലോസരം ഉണ്ടാക്കുന്ന അതടക്കമുള്ള ദൃശ്യങ്ങൾ, ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ ഇതിൽ നിന്ന് എടുത്തു മാറ്റി എന്നുള്ളതാണ്. ഇതിലെ പ്രതിനായകൻ്റെ, വില്ലൻ്റെ പേര് തന്നെ മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബജ്റംഗി എന്ന പേര് മാറ്റി ബൽരാജ് എന്നാക്കുന്നു. അത് ആ പേര് മാറ്റുമ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിൽ ഏതാണ്ട് 17-18 ഇടങ്ങളിൽ ഈ പേര് പരാമർശിക്കുന്നുണ്ട്. പ്രധാന കഥാപാത്രം മോഹൻലാലിൻ്റെ അടക്കം കഥാപാത്രം ഈ വില്ലൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ വീണ്ടും ഡബ്ബ് ചെയ്ത് മാറ്റുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴൊക്കെ ഇത് സമയം വൈകും. അങ്ങനെ 17-18 ഭാഗത്ത് ഇത് മാറ്റി ഡബ്ബ് ചെയ്തിട്ടുണ്ട്. ഇതിൽ NIA ലോഗോ കാണിക്കുന്ന ഭാഗം അത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ വില്ലൻ കഥാപാത്രം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിക്കുന്നതായുള്ള രംഗമുണ്ട്, അതൊക്കെ മാറ്റി. അങ്ങനെ വിവിധ രംഗങ്ങൾ മാറ്റിക്കൊണ്ടുള്ള റീ എഡിറ്റിംഗ് ജോലികളാണ് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ എഡിറ്റിംഗ് ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അതിൻ്റെ എഡിറ്റ് ചെയ്ത ആ പതിപ്പ് അത് ഈ തിയേറ്ററുകളിലെ ഡൗൺലോഡ് ബോക്സിലേക്ക് അപ്ലോഡ് ചെയ്യണം. ആ അപ്ലോഡ് ചെയ്ത സിനിമ പിന്നീട് ഡൗൺലോഡ് ചെയ്താണ് പ്രദർശനത്തിന് സജ്ജമാക്കുന്നത്. ഇത് ഇങ്ങനെ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെയുള്ള സമയം, അത് ഈ മറ്റ് ഷോകൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഡൗൺലോഡിങ് സാധ്യമല്ല. അതിനായൊരു സാവകാശം കിട്ടിയെങ്കിൽ മാത്രമേ അത് ഡൗൺലോഡ് ചെയ്ത് ഈ തിയേറ്ററുകളിലേക്ക് പ്രദർശനം സജ്ജമാക്കാൻ കഴിയുകയുള്ളൂ. അത് എപ്പോഴത്തേക്ക് പൂർത്തിയാകും എന്നുള്ള കാര്യത്തിലൊരു ഒരു വ്യക്തമായ ചിത്രം ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ആ ജോലികളൊക്കെ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടെ ഈ പുതിയ എമ്പുരാൻ, കട്ട് ചെയ്ത് കളഞ്ഞ റീ എഡിറ്റഡ് എമ്പുരാൻ പ്രദർശന സജ്ജമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ നാളെയും ആയേക്കാം. അതിൻ്റെ ഒരു കൃത്യമായ സമയം ലഭിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് വൈകിട്ടോ നാളെയൊക്കെയായി പുതിയ എമ്പുരാനായിരിക്കും തിയേറ്ററുകളിൽ ഓടുക. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകം തന്നെ കോടിക്കണക്കിന് പേർ ഈ യഥാർത്ഥ എമ്പുരാൻ സിനിമ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് 5 ദിവസം കൊണ്ട് തന്നെ ഇത് 200 കോടി ക്ലബിൽ എത്തി എന്നുള്ളതാണ്. 200 കോടിയോളം രൂപയുടെ കളക്ഷൻ ഇതിനകം ഈ ചിത്രം നേടിക്കഴിഞ്ഞു എന്ന കാര്യം ഇന്നലെ തന്നെ മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ തങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ അക്കാര്യം ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു. വലിയ റെക്കോർഡ് കളക്ഷനാണ് റിലീസായ ആദ്യ ദിവസങ്ങളിൽ തന്നെ എമ്പുരാൻ നേടിയത്. 48 മണിക്കൂറിനകം തന്നെ 100 കോടി ക്ലബിലെത്തുന്നു. 5 ദിവസം കൊണ്ട് 200 കോടി കവിയുന്നു. അത്തരത്തിൽ ഇതിനകം കാണേണ്ടവർ തന്നെ കണ്ടു കഴിഞ്ഞു. ഉമേഷ്, അവിടെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. ഉമേഷ് പറഞ്ഞതുപോലെ ഇതിനകം കാണേണ്ടവർ ആ സിനിമ കണ്ടിരിക്കുന്നു, അറിയേണ്ടവർ ആ സിനിമയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ വല്ലാത്തൊരു ഭയമാണല്ലോ ആ സിനിമയുടെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുന്ന ഓരോ മിനിറ്റിനെയും സംഘപരിവാർ RSS ഭയപ്പെടുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ വെട്ടിമാറ്റൽ വേണ്ടി വരുന്നത്. പക്ഷേ വരുന്ന കാലം ഈ സിനിമയെ എങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തുക? ആ വെട്ടിമാറ്റിയ ഭാഗങ്ങളുടെ പേരിലായിരിക്കില്ലേ എമ്പുരാൻ എന്ന സിനിമ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുക? എന്തിനെക്കുറിച്ച് സംഘപരിവാർ ചർച്ച ചെയ്യരുതെന്ന് ആഗ്രഹിച്ചോ
അതുമാത്രമായിരിക്കില്ലേ ചർച്ചയാവുക? അങ്ങനെയെങ്കിൽ ആ സിനിമ അതിൻ്റെ രാഷ്ട്രീയ ദൗത്യം വിജയകരമായി ഈ 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയിട്ടില്ലേ? തീർച്ചയായും. കാരണം അത് ഈ എമ്പുരാൻ കണ്ട പ്രേക്ഷകരുടെ എണ്ണം കണക്കാക്കുമ്പോൾ തന്നെ അത് സുവ്യക്തമാണ്. എന്താണോ എമ്പുരാൻ പറയാൻ ഉദ്ദേശിച്ചത് അത് ജനങ്ങളിലേക്ക് എത്തി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇനി എഡിറ്റഡ് വേർഷൻ വരുന്നു. പക്ഷേ ഒരു സിനിമയെ മാത്രം എഡിറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ സംഘപരിവാറിൻ്റെ ഭീഷണിപ്പെടുത്തി ഒരു സിനിമയ്ക്ക് നേരെ അല്ലെങ്കിൽ ആ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണം അഴിച്ചുവിടാം എന്നതേ ഉള്ളൂ. പക്ഷേ ചരിത്രം ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമുക്ക് മുമ്പിലുള്ള യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഈ സിനിമ കണ്ടിറങ്ങിയ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയത് അതാണ്. ചരിത്രം മായ്ക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. ഇതിലെ കഥാപാത്രങ്ങളെയും ഇതിൻ്റെ നിർമ്മാതാക്കളെയും ഒക്കെ വേട്ടയാടാൻ സംഘപരിവാറിന് കഴിയും. പക്ഷേ അവർ ഉയർത്തിപ്പിടിച്ച ആ കാര്യം, ആ ചരിത്രം ഓർമ്മിപ്പിക്കാനുള്ള ശ്രമം, അത് ഇതിനകം തന്നെ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എഡിറ്റഡ് വേർഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ തിയേറ്ററിൽ ഇറങ്ങിയാലും യാഥാർത്ഥ്യം അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം സിനിമാ സംഘടനകളുടെ പിന്തുണ ഇതിന് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ ഫെഫ്ക വലിയ പിന്തുണയുമായി തന്നെ രംഗത്തെത്തുകയുണ്ടായി. ഈ മോഹൻലാലിനും പൃഥ്വിരാജിനും എതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധം ഫെഫ്ക രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കേവലം വിമർശനം എന്ന് പറയുന്നത് വ്യക്തി അധിക്ഷേപമാകരുത്, ഭീഷണിപ്പെടുത്തലാകരുത്, ചാപ്പകുത്തലാവരുത് എന്നുള്ളതാണ്. ക്രിയാത്മക വിമർശനങ്ങൾ അത് മുൻപും ഉണ്ടായിട്ടുണ്ട്. അത് ആ നിലയിൽ കാണും. അങ്ങനെയുള്ള വിമർശനങ്ങൾ തന്നെയാണ് കൂടുതൽ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നൊക്കെ ഫെഫ്ക നിലപാടെടുത്തു. പക്ഷേ ഇത്തരം ഭീഷണിക്ക് വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഏതായാലും എമ്പുരാൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും അവരെല്ലാം ഫെഫ്ക ചേർത്ത് നിർത്തുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. ഇനി താരസംഘടനയായ അമ്മ, ഒപ്പം നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇവരൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും എമ്പുരാൻ സിനിമ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിച്ചത്, അത് ഇതിനകം തന്നെ സാധ്യമായി എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മനു, തീർച്ചയായും തിയേറ്ററിലെ ആ തിരക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. കാരണം ഈ ചിത്രം വെട്ടിമാറ്റാൻ പോകുന്നു എന്ന് കേട്ടതോടുകൂടി നിങ്ങൾ കണ്ടതാണല്ലോ, എല്ലാ പ്രേക്ഷകരും കണ്ടതാണല്ലോ, തിയേറ്ററുകളിലേക്ക് കേരളത്തിലെ ആളുകളുടെ ഒരു ഒഴുക്ക്. ഒരുപക്ഷേ സമീപകാലത്തൊന്നും ഒരു മലയാള സിനിമ കാണാൻ ഇതുപോലെ ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ല. അത്തരത്തിലൊരു വലിയ സാംസ്കാരിക പ്രവർത്തനത്തിനാണ് നമ്മുടെ തിയേറ്ററുകൾ കഴിഞ്ഞ കുറേ ദിവസമായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഘപരിവാർ എന്ത് കാണരുതെന്ന് പറയുന്നു അത് കാണും എന്ന് മലയാളി ഒന്നുകൂടി അവരെ ബോധ്യപ്പെടുത്തുകയാണ്, അവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ആ വിലയെ നൽകുന്നുള്ളൂ എന്ന് പറയുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഏതായാലും എത്രയൊക്കെ വെട്ടിമാറ്റിയാലും എത്ര കട്ടുകൾ നടത്തിയാലും ചരിത്രം ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. അത് മറയ്ക്കാൻ ആർക്കും കഴിയുകയുമില്ല എന്നൊരിക്കൽ കൂടി ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്.